സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവെ നോക്കിടും. പാപവും ഭാരവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവെ നോക്കിടും. സിയോൻ സെൻ ചാരിഞ്ഞ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. കുരിശിൻ്റെ പാതയിൽ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 46 അധ്യായം. ജാതികളെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട് മിസ്രയീമിനെ കുറിച്ചുള്ളത്. ഫ്രാത്ത് നദീതീരത്ത് കർക്കെമീശിൽ ഉണ്ടായിരിക്കുന്നതും ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യോശിയാവിൻ്റെ മകനായ യഹൂദാ രാജാവായ യെഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫറവോൻ നെഖോ എന്ന മിസ്രയീം രാജാവിൻ്റെ സൈന്യത്തെക്കുറിച്ച് ഉള്ളത് തന്നെ. പരിചയും പലകയും ഒരുക്കി യുദ്ധത്തിന് അടുത്തുകൊള്ളുവിൻ. കുതിരച്ചേവകരെ കുതിരകൾക്ക് കോപ്പിട്ട് കയറുവിൻ. തലക്കൂരികയുമായി അണിനിരപ്പിൻ. കുന്തങ്ങളെ മിനുക്കി കവചങ്ങളെ ധരിപ്പിൻ. അവർ ഭ്രമിച്ച് പിന്മാറി കാണുന്നത് എന്ത്? അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു. സർവത്ര ഭീതി എന്ന് യഹോവയുടെ അരുളപ്പാട്. വേഗവാൻ ഓടിപ്പോവുകയില്ല, വീരൻ ചാടിപ്പോവുകയുമില്ല. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും. നീല നദി പോലെ പൊങ്ങുകയും നദികളിലെ വെള്ളം പോലെ അലക്കുകയും ചെയ്യുന്നവരാരിവർ? മിസ്രയീമിൻ നീല നദി പോലെ പൊങ്ങുകയും അതിലെ വെള്ളം നദികൾ പോലെ അലക്കുകയും ഞാൻ പെരുകി ദേശത്തെ മൂടി നഗരമായ അതിലെ നിവാസികളെ നശിപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. കുതിരകളെ കുതിച്ച് ചാടുവിൻ, രഥങ്ങളെ മുറുക്കി ഓടുവിൻ. വീരന്മാർ പുറപ്പെടട്ടെ. പരിചയ പിടിച്ചിരിക്കുന്ന കൂശ്യരും പുത്തിരും വില്ലെടുത്ത് കുലയ്ക്കുന്ന ലൂഥരും കൂടെ ആ ദിവസം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസം ആകുന്നു. വാൾ വേണ്ടുവോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്യും. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് ഒരു ഹനനയാഗമുണ്ടല്ലോ. മിസ്രയീം പുത്രിയായ കന്യകയെ, ഗിലെയാദിൽ ചെന്ന് തൈലം വാങ്ങുക. നീ വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ, നിനക്ക് രോഗശാന്തി ഉണ്ടാകുകയില്ല. ജാതികൾ നിന്റെ ലജ്ജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു. നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു. വീരൻ വീരനോട് മുട്ടി, രണ്ടുപേരും ഒരുമിച്ച് വീണുമിരിക്കുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് മിസ്രയീം ദേശത്തെ ജയിക്കുന്നവരെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനോട് യഹോവ കൽപ്പിച്ച അരുളപ്പാട്. മിസ്രയീമിൽ പ്രസ്താവിച്ച് മിഗ്ദോലിൽ പ്രസിദ്ധമാക്കി. നോഫിലും തക്പാനേസിലും കേൾപ്പിപ്പിൻ.
അണിനിരന്ന് ഒരുങ്ങി നിൽക്ക എന്ന് പറയുവിൻ. വാൾ നിന്റെ ചുറ്റും തിന്ന് കളയുന്നുവല്ലോ. നിന്റെ ബലവാന്മാർ വീണ് കിടക്കുന്നത് എന്ത്? യഹോവ അവരെ തള്ളി വിട്ടതുകൊണ്ട് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൻ പലരെയും ഇടറി വീഴുമാറാക്കി. ഒരുത്തൻ മറ്റൊരുത്തൻ്റെ മീതെ വീണു. എഴുന്നേൽപ്പിൻ, നശിപ്പിക്കുന്ന വാളിന് ഒഴിഞ്ഞ് നംസോച്ചനത്തിൻ്റെ അടുക്കിലേക്കും ജന്മദേശത്തിലേക്കും മടങ്ങിപ്പോകുക എന്ന് അവർ പറയും. മിസ്രയീമിൻ രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവനെന്നും പേർ പറയുവിൻ. എന്നാണ് പർവ്വതങ്ങളിൽ വെച്ച് താബോർ പോലെയും കടലിനരികെയുള്ള കർമ്മേൽ പോലെയും നിശ്ചലമായിട്ട് അവൻ വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ള രാജാവിൻ്റെ അരുളപ്പാട്. മിസ്രയീമിൽ പാർക്കുന്ന പുത്രി, പ്രവാസത്തിലേക്ക് പോകുവാൻ കോപ്പ് കെട്ടുക. നോഹ് വിശ്വാസികളതിൽ ശൂന്യമായി വെന്തുപോകും. മിസ്രയീമിൽ ഏറ്റവും അഴകുള്ള പശുക്കിടാവാകുന്നു. എന്നാൽ വടക്കുനിന്ന് ഈച്ച അതിന്മേൽ വരുന്നു. അതിൻ്റെ കൂലിച്ചേവകർ അതിൻ്റെ മധ്യേ തടിപ്പിച്ച കാളക്കിടാക്കളെ പോലെ ആവുന്നു. അവരും പിന്തിരിഞ്ഞ് ഒരുപോലെ ഓടിപ്പോയി. അവരുടെ അപായ ദിവസവും സന്ദർശനകാലവും വന്നിരിക്കുവാൻ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ശബ്ദം പാമ്പ് ഓടുന്ന ശബ്ദം പോലെ അവർ സൈന്യത്തെ കൂടെ നടന്നു. മരം മുറിക്കുന്നവനെ പോലെ കോടാലികളുമായി അതിൻ്റെ നേരെ വരും. അതിൻ്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വെട്ടുകിളിയേക്കാൾ അധികം അവർക്ക് സംഖ്യയുമില്ല. മിസ്രയീം പുത്രി ലജ്ജിച്ചു പോകും. അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ഞാൻ നോവിലെ അമോനെയും ഫറവോനെയും മിസ്രയീമിനെയും അതിൻ്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും. ഫറവോനെയും അവനിൽ ആശ്രയിക്കുന്നവരെയും സന്ദർശിക്കും എന്ന് മിസ്രയീമിൽ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെയും കയ്യിലും ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിലും അവൻ്റെ ഭൃത്യന്മാരുടെ കയ്യിലും ഏൽപ്പിക്കും. അതിൻ്റെ ശേഷം അതിന് പുരാതന കാലത്തെന്ന പോലെ നിവാസികളുണ്ടാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഇസ്രയേലെ, നീ ഭ്രമിക്കേണ്ട. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും. നിന്നെ സൃഷ്ടിക്കാതെ വിടുകയില്ല താനും. നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത്. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ, നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാ, നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ. നാനിച്ചും മാനിച്ചും സേവിച്ചും
പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻസൻ ചാരിഞ്ഞ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിൻ്റെ പാതയിൽ, കുരിശിൻ്റെ പാതയിൽ.